പ്രതിപക്ഷം പരാജയമെന്ന് മുരളീധരന് പിന്നാലെ മുസ്ലിം ലീഗും. ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങൾ UDF-ൽ ഉണ്ടെന്ന് മുസ്ലിം ലീഗ്. UDF-ലെ പ്രശ്നങ്ങൾ കമ്മിറ്റിയിൽ പറയുമെന്ന് KPA മജീദ് പറഞ്ഞു. മുരളീധരൻ നടത്തിയിട്ടുള്ള പ്രസ്താവന സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ആളുകൾ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുരളീധരൻ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ പോയി കക്ഷി ചേരുന്നില്ല. അത് മുരളീധരൻ്റെ അഭിപ്രായമാണ്. നമ്മളിൽ കക്ഷി ചേരേണ്ട കാര്യമില്ല. അത് കോൺഗ്രസ് ലീഡർഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അവരാണ് ഇതിനെപ്പറ്റി ആലോചിക്കേണ്ടത്. പിന്നെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് നയങ്ങളെ സംബന്ധിച്ച് നടപടി ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം UDF കൂടി തീരുമാനിച്ച് യോജിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ അതൊരു പുറത്തൊരു ഏതെങ്കിലും ഒരു രീതിയിൽ കക്ഷി ചേരുക എന്നുള്ളത് ലീഗിന് താല്പര്യമില്ല. എന്നാൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നത്തിൽ തന്നെ നമ്മൾ കക്ഷി ചേരാറില്ല. അപ്പോൾ UDF കൂടുതൽ ശക്തമായ സമരപരിപാടിയും കാര്യങ്ങളെല്ലാം UDF കമ്മിറ്റി കൂടി തീരുമാനിച്ച് പോകേണ്ട കാര്യങ്ങളാണ്. നിയമസഭയിൽ നല്ല സ്ട്രോങ് ആയിട്ട് UDF സജീവമായി നിലകൊണ്ടു. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് അത് നമ്മൾ പറയുമ്പോൾ അത് ഈ മുരളീധരൻ പറഞ്ഞതിന് അനുബന്ധിച്ചുള്ള കാര്യമായിട്ട് വരും. അതുകൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പ്രതികരിക്കുന്നില്ല. അതാണ് നമ്മുടെ ഒരു നിലപാട്. ലീഗ് ഇതിൽ കക്ഷി ചേരാൻ ആഗ്രഹിക്കുന്നില്ല മൊത്തത്തിൽ. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പ്രതിപക്ഷ കക്ഷികൾ UDF യോഗം ചേരട്ടെ, UDF ചേർന്നിട്ട് കുറേ സജീവമാക്കണമെങ്കിൽ സജീവമാക്കാം എന്നല്ലാതെ ഇപ്പോഴത്തെ ഈ വിവാദത്തിൽ ലീഗ് കക്ഷി ചേരാൻ ആഗ്രഹിക്കുന്നില്ല. അത്രേ ഉള്ളൂ. അടക്കമുള്ള വിഷയങ്ങളിൽ ലീഗ് പെട്ടെന്ന് തന്നെ നിലപാട് വ്യക്തമാക്കി. അപ്പോഴും UDF ചേർന്നോ കോൺഗ്രസ് ചേർന്നോ അങ്ങനെ അതിനെതിരെ ഒരു നിലപാടെടുക്കുകയുണ്ടായിട്ടില്ല. അല്ല, അതിപ്പോൾ UDF ചേരാൻ KPA മജീദ്. വിവരങ്ങളുമായി ഇപ്പോൾ KT സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, എന്തൊക്കെ കാര്യങ്ങളാണ് ലീഗിന്റെ അതൃപ്തിയായി പുറത്തെത്തുന്നത്? മുരളീധരന് പങ്കുചേരുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ലീഗ് അവരുടെ അതൃപ്തി അറിയിക്കുകയാണ്. തീർച്ചയായും അജിംഷാദ്, മുരളീധരൻ പറഞ്ഞത് പ്രതിപക്ഷത്തെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്ന് KPA മജീദ് പറയുന്നു. പ്രതിപക്ഷം എന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും എടുത്തു കാട്ടാൻ അല്ലെങ്കിൽ സർക്കാരിന്റെ മോശം പ്രവർത്തനങ്ങളൊന്നും എടുത്തു കാണിക്കാൻ ഇപ്പോഴും പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. ഈ തരത്തിൽ പ്രതിപക്ഷം പരാജയമാണ് എന്ന് തന്നെയാണ് KPA മജീദ് പറയുന്നത്. ഇതേ അഭിപ്രായം ET മുഹമ്മദ് ബഷീറും പങ്കുവെക്കുന്നു. വലിയ ഒരു പ്രതിഷേധം UDF-ന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് UAPA ചുമത്തുന്നത് UAPA വിഷയത്തിൽ കഴിഞ്ഞ UDF സർക്കാർ അധികാരത്തിലിരിക്കെ 2 തവണ UAPA ചുമത്തിയപ്പോഴും 2 കേസുകളിൽ UAPA ചുമത്തിയപ്പോൾ മുസ്ലിം ലീഗ് അതൃപ്തി അറിയിച്ചിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെയാണ് തീർച്ചയായും മായിൻ ഹാജി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ KT സ്വാലിഹ്, ശ്രീ മായിൻ ഹാജി കേൾക്കാമല്ലോ അല്ലേ? അതായത് ഇന്നലെ മുരളീധരൻ പല വിയോജിപ്പുകളും പറഞ്ഞു. അതിലുമായി പങ്കുചേരുന്നില്ലെന്ന് നിങ്ങളുടെ സെക്രട്ടറി പറയുന്നുണ്ടെങ്കിൽ പോലും ചില അതൃപ്തികൾ ലീഗിനുണ്ട് എന്നത് വസ്തുതാപരമായി മുമ്പോട്ട് വെക്കുകയും ചെയ്യുന്നു. അല്ല, ഞങ്ങളെ സെക്രട്ടറി പറഞ്ഞല്ലോ, ജനറൽ സെക്രട്ടറി പറഞ്ഞു, ഞങ്ങളെ അതിർത്തികളൊക്കെ ഞങ്ങൾ UDF-ന്റെ അകത്ത് പറയും, പരസ്യമായിട്ട് വിളിച്ചു പറയാനുള്ളതല്ല ഞങ്ങളെ അതിർത്തികൾ, അങ്ങനെ പറയേണ്ട ഒരു ഘട്ടമില്ല എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം. പറഞ്ഞത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ സീമകളൊക്കെ ലംഘിച്ച് പുറത്തെത്തി ശ്രീ മായിൻ ഹാജി. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലീഗ് അതിലൊക്കെ ഒരു കൃത്യതയും വ്യക്തതയുള്ള പാർട്ടിയാണ്. നമ്മൾ UDF-ലെ ഒരു ഘടകമാണ്. UDF-നെ നയിക്കുന്ന പാർട്ടിയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ തമ്മിലിട്ട് അലക്കിനടുത്ത് ഞങ്ങൾ കയറിയിട്ട് അതിൽ കക്ഷി ചേരാനില്ല. അല്ലല്ലോ ശ്രീ മായിൻ ഹാജി, കഴിഞ്ഞ ദിവസം ശ്രീ പാണക്കാട് ഹൈദരലി തങ്ങൾ പോലും പരസ്യമായി പറഞ്ഞില്ലേ, UAPA ചുമത്തിയതിലടക്കം UDF സർക്കാരിന് പല രീതിയിൽ പരാജയങ്ങൾ സംഭവിച്ചു, ഉമ്മൻചാണ്ടി സർക്കാരിന് പരാജയങ്ങൾ സംഭവിച്ചു. ET മുഹമ്മദ് ബഷീറും അതിന് പിന്നാലെ പല പ്രതികരണങ്ങളുമായി എത്തി. ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരാഴ്ചക്ക് ഇടയിലാണ് സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ കാലത്തെ ഞങ്ങൾ വിലയിരുത്തുമ്പോൾ ഞങ്ങളെടുത്തുണ്ടായ വീഴ്ചകൾ ഞങ്ങൾ വിലയിരുത്തണമല്ലോ. ജനങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ, UAPA എന്ന് പറയുന്ന ആ കിരാത നിയമം, അത് അന്ന് മുതൽക്ക് അത് ഇന്ത്യൻ പാർലമെന്റിൽ വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് നിയമമാക്കിയ ആ സമയം മുതൽക്ക് തന്നെ മുസ്ലിം ലീഗ് അതിനെതിരാണ്. മുസ്ലിം ലീഗ് അതിന്റെ എതിർപ്പ് ആ സമയം മുതൽ പ്രകടിപ്പിക്കുന്നുണ്ട്. UDF-ന്റെ കാലത്ത് കേരളത്തിൽ ചില കേസുകൾ അങ്ങനെ എടുത്തപ്പോൾ ലീഗ് എന്ന് മാത്രമല്ല എല്ലാ ഇന്ത്യക്കാരുടെയും എല്ലാ മതസ്ഥരുടെയും പേരിൽ
ഏതെങ്കിലും ഒരു ഇതുപോലുള്ള ഒരു വകുപ്പൊക്കെ വെച്ചുകൊടുത്ത് ചാർജ് ചെയ്യുന്ന ആ സംവിധാനത്തെ ഞങ്ങൾ എതിർത്തോട്ടിരിക്കുന്നുണ്ട്. ശരി, ആ എതിർപ്പിന്റെ ഭാഗമായി ഇപ്പോൾ UDF-ൽ പല ഭിന്നതകളും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ലീഗിനെ പോലെ ഒരു വലിയ പാർട്ടി, UDF-ന്റെ വളരെ ശക്തി സ്രോതസ്സായ ഒരു പാർട്ടി ആ വിഷയങ്ങളെ സ്വയം വിമർശനത്തിന്റെ ഭാഗമായി പറയുന്നു എന്ന് തന്നെ പറയാം അല്ലേ? ജിംസാദെ, ഞങ്ങള് അത് ഒരു ചോദ്യത്തിന് ഉത്തരങ്ങളായിട്ടുള്ള മറുപടികളാണ് അതൊക്കെ കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ചുള്ള വിലയിരുത്തലിന്റെ കൂട്ടത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ അപ്പോഴുള്ള ഞങ്ങളെ വീക്ക്നെസ്സും പറയും, ഞങ്ങളെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പറയും. അതൊക്കെ അങ്ങനെയാണ് ഞങ്ങൾ സുതാര്യമാണ്, കൃത്യമാണ്, വ്യക്തമാണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ജനങ്ങളുമായിട്ടാണ് ഞങ്ങളെ സംവാദം, ജനങ്ങളാണ് ഞങ്ങളെ അടിത്തറ. അതുകൊണ്ട് ഞങ്ങൾ അത്തരം കാര്യങ്ങൾ, ജനദ്രോഹമായ ഏത് കാര്യങ്ങൾ ഞങ്ങളെ പക്ഷത്തുനിന്ന് വന്നാലും അത് ആട്ടെ ശ്രീ മൈനാജി, അങ്ങനെയാണെങ്കിൽ അപ്പൊ അതില് ഞാൻ പറയട്ടെ ജിംസാദെ, അതില് ഇപ്പോഴുള്ള മുരളീധരന്റെ പ്രസ്താവനയും കോൺഗ്രസിലെ വിഷയങ്ങളുമായി ഒരു വലിയ ബന്ധമൊന്നുമില്ല. കുറെ കാര്യങ്ങൾ നന്നായിട്ട് പോകണമെന്നുണ്ട്. അക്കാര്യങ്ങളൊക്കെ ചേരുന്ന സമയത്ത് UDF-ൽ പറയുന്നുണ്ട്. ഇനിയും ഉള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ അവിടെ തീരുമാനം ഉണ്ടാവും. എന്തൊക്കെയാണെങ്കിലും ഈ ഭരണത്തിന്റെ കെടുതികൾ 6 മാസം കൊണ്ട് 5 കൊല്ലത്തിലധികം ഉണ്ടായ ഏത് ഗവൺമെന്റിനേക്കാൾ വലിയ കെടുതികൾ ജനങ്ങൾക്കുണ്ടായ ഒരു ഗവൺമെന്റാണ് ഇത് ഇവിടെ ഉള്ളത്. 2 വർഷം കൊണ്ട് 20 കൊല്ലം കൊണ്ട് ഉണ്ടാവാത്ത കെടുതികളാണ് രാജ്യത്തൊട്ടാകെ ഉണ്ടായത് എന്നൊക്കെയുള്ള ഞങ്ങളുടെ അഭിപ്രായം. അത് ജനങ്ങളായിട്ട് പങ്കുവെക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. പിന്നെ UDF-ന്റെ ആക്ടിവിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യും, കൂട്ടമായി തീരുമാനിക്കും. അതിലുള്ള പോരായ്മകളൊക്കെ വ്യക്തമായിട്ട് ഞങ്ങള് പറയുന്നുണ്ട്, പറയേണ്ടടുത്ത് പറയുന്നുണ്ട്. മീഡിയാസിനോട് ഇപ്പൊ ഞങ്ങളെ ദേശീയ സെക്രട്ടറി കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ കാര്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും UDF-ൽ അവതരിപ്പിച്ച് UDF പരിഹരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങളെ പ്രതീക്ഷ. പക്ഷേ ഇവിടെ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ സുവ്യക്തമല്ല. താങ്കൾക്ക് പരിമിതികൾ ഉണ്ടാകും. താങ്കൾ വളരെ വിദഗ്ധനായ വാഗ്മി കൂടിയാണ്. ആ വൈദഗ്ധ്യമൊക്കെ ഈ വിഷയത്തിലുമുണ്ട്. പക്ഷേ ഇങ്ങനെ ആയിരുന്നാലും ലീഗിൽ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ ആകട്ടെ, KPA മജീദ് ആകട്ടെ, ഇവരുടെ ഒക്കെ വാക്കുകളിൽ നിന്ന് പുറത്തെത്തിയ പല കാര്യങ്ങളും, വിവിധ UDF-ന്റെ പാർട്ടികൾ പറയുന്ന കാര്യങ്ങൾ, കോൺഗ്രസിനുള്ളിൽ ഇന്നലെ കെ മുരളീധരൻ അടക്കം പറഞ്ഞ കാര്യങ്ങൾ, കരുണാകരന്റെ മകൻ കൂടിയാണ് ഉണ്ണിത്താൻ അതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത്, VD സതീശൻ അടക്കമുള്ളവരുടെ വിമർശനം, ഇതൊക്കെ ക്രോഡീകരിക്കുമ്പോൾ ചില പിശകുകൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നില്ലേ എന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകുമോ ശ്രീ ഹാജി? ഇല്ല, പ്രതിപക്ഷം ജനാധിപത്യ കക്ഷികളാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് അമിതമായ ജനാധിപത്യ സ്വാതന്ത്ര്യം നേതാക്കൾക്കും അംഗങ്ങൾക്കും ഒക്കെ നൽകുന്ന പാർട്ടിയാണ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളൊരു വിവാദപരമായി കക്ഷി ചേരുന്നില്ല എന്നതാണ് മുസ്ലിം ലീഗിന്റെ നയം. അതോടൊപ്പം പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഉയരേണ്ട സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിക്കേണ്ടത് ഉന്നയിക്കും. എന്നിട്ട് അതിന് മൊത്തത്തിൽ തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം ഞങ്ങൾ ഒന്നിച്ച് നടപ്പിലാക്കും. അതായത് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ ഇടയിലുള്ള അനൈക്യമോ, പ്രതിപക്ഷത്തെ നയിക്കുന്ന പാർട്ടിക്കിടയിലുള്ള അനൈക്യമോ പോരായ്മയോ, ഭരണപക്ഷത്തുള്ള അത്ര അനൈക്യവും അത്ര വീക്ക്നെസ്സും ഇപ്പുറത്തില്ല എന്നുള്ളത് സത്യമാണ്. അല്ല ശ്രീ മൈനാജി, ഞാൻ ഒന്നാണ് ചോദിക്കുന്നത്. അതായത് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ചകളെ കൃത്യമായി ചൂണ്ടിക്കാട്ടാൻ പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ പരാജയപ്പെടുന്നു എന്ന കാര്യം പരസ്യമായി പ്രതികരിക്കുന്നില്ല എങ്കിൽ പോലും അത്തരത്തിലൊരു സംഭവമുണ്ട് എന്നത് പറയാതെ പറയുന്നുണ്ട് താങ്കൾ. അങ്ങനെ വായിച്ചെടുത്തോട്ടെ. ഇല്ല ജിംസാദെ, ഇവിടെ സ്വാഭാവികമായ പോരായ്മകളൊക്കെ സ്വാഭാവികമായി ഗവൺമെന്റ് വന്നാൽ ഞങ്ങള് LDF മാതിരിയല്ല, ഒരു ഗവൺമെന്റ് വന്ന് അതിന്റെ ശരിയായ ദിശയിലേക്ക് അവരങ്ങ് സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പ് അവരെ എതിർക്കുന്നത് ജനാധിപത്യത്തിൽ നല്ല ഒരു കീഴ്വഴക്കമല്ല. അത് UDF അല്ല, LDF ആണ് അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ പോയത്. അതുകൊണ്ടാണല്ലോ തിരുവനന്തപുരത്ത് വീട്ടമ്മ നേർക്ക് നേതാക്കളുടെ മുമ്പിൽ വെച്ച് വളരെ മോശമായ രൂപത്തിൽ പത്രക്കാരുടെ മുമ്പിൽ വെച്ച് പ്രതിപക്ഷത്തിന്റെ സമരത്തെ സംബന്ധിച്ച് പറയേണ്ടി വന്നല്ലോ. ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ആക്ഷനിലേക്ക് നീങ്ങാൻ. ജനങ്ങൾ അല്ല, വീട്ടമ്മയല്ല, അതൊരു കോൺഗ്രസ്സുകാരിയായിരുന്നു ശ്രീ മൈനാജി. അത് പോട്ടെ, അവരെ കുറിച്ച് എല്ലാം അറിയാമല്ലോ. അത് പോട്ടെ. അതായത് അല്ല, സംശയം ഇതാണ് മൈൻഹാജി, നമുക്ക് വിഷയങ്ങൾ വഴിമാറ്റാനാണോ താങ്കൾ ഈ തന്ത്രം ഉപയോഗിക്കുന്നത്? അല്ല, ഓക്കെ. അതായത് ശ്രീ മൈൻഹാജി, അതായത് ഇന്നലെ മുരളീധരൻ ഇത്തരത്തിൽ വളരെ ഗൗരവമായൊരു വിമർശനമാണ് മുമ്പോട്ട് വെച്ചത്. UAPA-യുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെ പോലെ വളരെ അച്ചടക്കമുള്ള, വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ UDF-ലെ വലിയ പാർട്ടി,
ആ പാർട്ടിയും UAPAയുമായി ബന്ധപ്പെട്ട പല സ്വരക്കേടുകളെ സംബന്ധിച്ച് പറഞ്ഞു. ഇതൊക്കെ ക്രോഡീകരിക്കുന്ന ഘട്ടത്തിൽ ഭരണപക്ഷത്തിനെതിരായുള്ള സമരങ്ങളെ കൃത്യമായി ക്രോഡീകരിക്കാൻ പ്രതിപക്ഷത്തിനാകുന്നില്ല എന്ന് ET മുഹമ്മദ് ബഷീർ അടക്കം പരസ്യമായി പ്രതികരിച്ച സാഹചര്യത്തിൽ UDFിനുള്ളിൽ വിള്ളലുണ്ടോ? പ്രത്യേകിച്ച് സുധീരൻ അടക്കമുള്ള വ്യക്തികളും ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല ഇവരൊക്കെ തമ്മിലുള്ള പൊരുത്തക്കേടുകളെ സംബന്ധിച്ച് വലിയ വാർത്തകൾ എത്തുന്നു. ആ ഒരു സാഹചര്യത്തിലുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകളാണ് താങ്കളുടെ ഭാഗത്തുനിന്ന് കാംക്ഷിക്കുന്നത്. താങ്കൾക്ക് പറയാൻ പരിമിതി ഉണ്ടെങ്കിൽ പോലും ശ്രീ മായിൻ ഹാജി. അല്ല, എനിക്ക് പറയാനെന്ന് പറഞ്ഞാൽ ഞാനൊരു വ്യക്തിയല്ലല്ലോ, എന്റെ പാർട്ടിന്റെ നയവും കാഴ്ചപ്പാടുകളാണല്ലോ ഞങ്ങൾ പറയുന്നത്. എന്റെ അഭിപ്രായത്തിന് ഒരു പ്രസക്തി ഇല്ലല്ലോ. ഞങ്ങൾ പറയും ഞങ്ങളുടെ പാർട്ടി എന്താണ് രംഗത്ത്. അപ്പൊ ഞങ്ങളൊരു ഭാഗത്ത് നിൽക്കും. ഞങ്ങൾ ഇപ്പൊ UDFിലെ കക്ഷികളെ ഞങ്ങൾ ആക്ഷേപിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് അവരോട് പറയാം. ജനങ്ങളോട് മൊത്തം പറയാനുള്ള സമയമായിട്ടില്ല എന്നതാണ് ഞങ്ങള്. തീർച്ചയായും വ്യക്തമാണ്. പരിമിതിയിൽ നിന്നുകൊണ്ട് മായിൻ ഹാജി പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. തീർച്ചയായും MR സജേഷിലേക്ക്. സജേഷ്, UDF രാഷ്ട്രീയം ഇളകി മറിയുകയാണോ? UDF രാഷ്ട്രീയത്തിനുള്ളിൽ പൊരുത്തക്കേടുകളുണ്ടോ? സുധീരനും ഉമ്മൻചാണ്ടിയും അടക്കമുള്ളവരുടെ ചില കോൺഗ്രസ് എന്ന പ്രധാന പാർട്ടിയുടെ വിയോജിപ്പുകൾ പല രീതിയിലും UDF സംവിധാനത്തെ ബാധിക്കുന്നുണ്ടോ? അതാണോ ലീഗിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഈ പ്രതികരണങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? എങ്ങനെയാണ് രാഷ്ട്രീയ വിദഗ്ധർ, നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്? അജിംഷാദെ, ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് മാത്രമല്ല UDFിലെ മറ്റു പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്കെല്ലാം തന്നെ UDFിന്റെ നിലവിലെ പോക്കിൽ കടുത്ത അതൃപ്തിയുണ്ട്. UDF യോഗങ്ങൾ കൃത്യമായി ചേരുന്നില്ല. ചേരുന്ന യോഗങ്ങളിൽ തന്നെ വെറുതെ ചില തീരുമാനങ്ങൾ എടുക്കുകയല്ലാതെ കാര്യങ്ങൾ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നില്ല എന്ന പരാതി UDFിലെ എല്ലാ ഘടകകക്ഷികൾക്കും ഉണ്ട്. ആ പരാതിയാണ് ലീഗ് ഇന്ന് പരസ്യമായി തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. UDF യോഗം വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രം ചേരുന്നു, എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണമായി UDFിലെ കക്ഷി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിലെ അനൈക്യമാണ്. നോട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും മറ്റ് വിഷയങ്ങളിലൊന്നും ഒരു കൃത്യമായ ധാരണയുണ്ടാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. ഒരുമിച്ച് നിന്ന് ഭരണപക്ഷവുമായി ചേർന്ന് സമരം എന്ന തരത്തിലേക്ക് UDF ഒരു തീരുമാനമെടുക്കുന്നു. എന്നാൽ ആ തീരുമാനത്തിന് തൊട്ടു പിന്നാലെ VM സുധീരൻ മാധ്യമങ്ങളെ കാണുന്നു, അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു. കോൺഗ്രസ് തലപ്പത്തുള്ള ഈ അനൈക്യം UDFിന്റെ മുന്നോട്ട് പോക്കിന് തടസ്സമാകുന്നു എന്ന പൊതു അഭിപ്രായമാണ് UDFിലെ ഘടകകക്ഷികൾക്കുള്ളത്. രാഷ്ട്രീയകാര്യ സമിതി പോലും ചേരാൻ കഴിയാത്ത കോൺഗ്രസിന്റെ നിലവിലെ അവസ്ഥയും ഈ കക്ഷി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അജിംഷാദ്, അതായത് സജേഷ്, പല UDFിലെ വിവിധ ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിയോജിപ്പുകളൊക്കെ ഈ ഘട്ടത്തിൽ വരുന്നു എന്ന് നിരീക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാതലായ പ്രശ്നം കോൺഗ്രസിനുള്ളിൽ തന്നെയല്ലേ? ഉമ്മൻചാണ്ടിയും സുധീരനും അടക്കമുള്ളവരുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഇന്നലെ K മുരളീധരനിലൂടെ പുറത്തെത്തി. ഇതിൻ്റെ ഒരു അനുരണനങ്ങളാകാം UDF ഐക്യത്തിൻ്റെ മുഴുവൻ സ്വാധീനമായി എത്തുന്നത്. അവിടെയും ഫോക്കസ് ചെയ്യുന്നത് കോൺഗ്രസിനെ അല്ലേ? അങ്ങനെ വിലയിരുത്താമോ? തീർച്ചയായും ഷാദി, ഇക്കാര്യത്തിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഹൈക്കമാൻഡ് രാഷ്ട്രീയകാര്യ സമിതി എന്ന പുതിയ ഒരു സമിതിയെ തന്നെ നിയോഗിച്ചത്. ആ സമിതിയുടെ യോഗം പോലും ചേരാൻ കഴിയാത്ത തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുന്നോട്ട് പോക്ക്. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് ഉമ്മൻചാണ്ടി വിട്ടുനിൽക്കുന്നു. ഉമ്മൻചാണ്ടി എത്തിയിട്ട് മാത്രം യോഗം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ നോട്ട് പ്രതിസന്ധി വന്നപ്പോൾ K മുരളീധരൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ആവശ്യപ്പെട്ടതാണ് രാഷ്ട്രീയകാര്യ സമിതി ചേരണം, പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം, ഏത് തരത്തിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം വേണം. എന്നാൽ ഒരു തരത്തിലും രാഷ്ട്രീയകാര്യ സമിതി പോലും ചേരുന്നതിന് കഴിഞ്ഞില്ല. അതിലെ പ്രതിഷേധമാണ് ഇന്നലെ K മുരളീധരൻ വളരെ പരസ്യമായി തന്നെ പ്രതിപക്ഷം എന്ന നിലയിൽ മുന്നോട്ട് പോകാനാകുന്നില്ല എന്ന തരത്തിൽ പ്രകടിപ്പിച്ചത്. അതിന് പിന്തുണ ലീഗ് നൽകുന്നു. മറ്റു UDFിലെ എല്ലാ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്കും ഇതേ നിലപാടാണുള്ളത്. ഈ വിയോജിപ്പുകളുടെ എല്ലാം, വിവിധ തരത്തിലുള്ള ഈ വിയോജിപ്പുകളുടെ എല്ലാം ഉന്നം സുധീരനാണോ? അജിംഷാദ്, ഇക്കാര്യത്തിൽ K മുരളീധരൻ സുധീരനെയാണ് ലക്ഷ്യം വെച്ചത്. പക്ഷേ സുധീരനെ മാത്രമല്ല, സംസ്ഥാന നേതൃത്വത്തെ ആകെ ലക്ഷ്യം വെക്കുന്ന തരത്തിലാണ് K മുരളീധരൻ സംസാരിച്ചിട്ടുള്ളത്. അതായത് ഈ നോട്ട് പ്രതിസന്ധി ആകട്ടെ, മറ്റ് UAPA പോലുള്ള കാര്യങ്ങളാകട്ടെ, ഒരു പൊതു നിലപാട് സ്വീകരിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനും പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. പ്രതിപക്ഷ എന്നാൽ പ്രസ്താവന നടത്തുന്ന ആളുകൾ മാത്രമാണ് എന്ന തരത്തിൽ വരുമ്പോൾ VM സുധീരനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവരെ തന്നെ K മുരളീധരൻ ഉന്നം വയ്ക്കുന്നുണ്ട്. സമാനമായ അഭിപ്രായം UDFിലെ കക്ഷി നേതാക്കൾക്കുമുണ്ട്. കക്ഷി നേതാക്കളുടെ അഭിപ്രായമാണ് ഇപ്പോൾ പരസ്യമായി തന്നെ. ഒരു കാര്യം കൂടി, ഒരുപക്ഷെ UDF രാഷ്ട്രീയത്തെ വളരെ ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള നിലയിൽ കൂടി നമുക്ക് പറയുമ്പോൾ ഒരുപക്ഷെ സജേഷ്,
ഈ ലീഗിൻ്റേതായാലും ഒരു പക്ഷേ ജോണി നെല്ലൂർ അടക്കമുള്ള വിവിധ വിഭാഗങ്ങൾ ഇത്തരത്തിൽ അസ്വാരസ്യങ്ങളും വിയോജിപ്പുകളും പ്രകടിപ്പിക്കുന്നതെന്നാണ് നമുക്കറിയാനാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ലക്ഷ്യം വെക്കുന്നത് സുധീരനെയാണോ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ദോഷവശങ്ങൾ നേരിടേണ്ടി വരുന്നത് സുധീര പക്ഷത്തിനാണോ? ആ രീതിയിലുള്ള വിലയിരുത്തലുകൾ കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമല്ലേ? അജിംഷാദ്, കെ മുരളീധരൻ ഇത്ര ശക്തമായ പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ട് പോലും ഇന്നലെ കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കൾ ആരും തന്നെ മുരളീധരനെ എതിർത്ത് രംഗത്ത് വന്നിട്ടില്ല. ആകെ വന്നത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ഉണ്ണിത്താൻ സുധീരനൊപ്പം നിൽക്കുന്ന ആളാണ്. ഈ ഉണ്ണിത്താൻ അല്ലാതെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ മുരളീധരനെ എതിർത്ത് രംഗത്ത് വന്നിട്ടില്ല. VD സതീശന്റെ പോലും മുരളീധരനെ എതിർത്ത് എന്ന രീതിയിലുള്ള വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മുരളീധരൻ പറഞ്ഞതിൽ കഴമ്പുണ്ട്, എന്നാൽ അത് പരസ്യമായി ഇപ്പോൾ പറയേണ്ടിയിരുന്നില്ല എന്ന് മാത്രമാണ് VD സതീശനും പറഞ്ഞത്. എന്നാൽ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഈ ഘട്ടത്തിൽ മുരളീധരനെതിരെ രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. വളരെ കൃത്യമായി തന്നെ രമേശ് ചെന്നിത്തലയും VM സുധീരനെയും ഉന്നം വെച്ചായിരുന്നു മുരളീധരന്റെ വാക്കുകൾ. പ്രതിപക്ഷം എന്ന നിലയിൽ മുന്നോട്ട് പോകാനാകുന്നില്ല എന്നത് രമേശ് ചെന്നിത്തല ഉദ്ദേശിച്ചുള്ള വാക്കാണ്. പാർട്ടി ശരിയായ രീതിയിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നില്ല, പ്രസ്താവന മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ആയുധം എന്നത് സുധീരനെ കൂടി ഉന്നം വെച്ചിട്ടുള്ള വാക്കുകളാണ്. അതിന് കൃത്യമായ പിന്തുണ ഘടകകക്ഷികളിൽ നിന്നും ഉണ്ടാകുന്നു. ഘടകകക്ഷികൾക്ക് സമാനമായ അഭിപ്രായമുണ്ട്. അത് ലീഗിനായാലും കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിനായാലും ജനതാദളിനായാലും എല്ലാം ഇതേ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പരസ്യമായി തന്നെ അവർ പ്രകടിപ്പിച്ച് തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അജിംഷാദ്. തീർച്ചയായും MR സജേഷാണ് സമഗ്രമായ വിലയിരുത്തലുകൾ കൂടി നൽകിയത്. ഭരണപരാജയങ്ങളെ ചൂണ്ടിക്കാട്ടി പ്രതികരിക്കാൻ പോലും കെൽപ്പില്ലാതെ പ്രതിപക്ഷം തളരുന്നു എന്ന വിമർശനം ഒരുപക്ഷെ മുരളീധരന് പിന്നാലെ മുസ്ലിം ലീഗും ഉന്നയിക്കുന്നു. ഇതേ സംബന്ധിച്ചുള്ള വിവരങ്ങളും വിശദാംശങ്ങളുമാണ് KT സ്വാലിഹ് നൽകിയത്. കൂടുതൽ വിശദാംശങ്ങളാണ് MR സജേഷും നൽകിയത്.